പൊട്ടാറ്റോ സ്പൈസി ബിസ്ക്കറ്റ് നിന്നെ ഒന്ന് കാണാനിരിക്കായിരുന്നു ഞാൻ. പറയൂ ചേട്ടാ, എത്ര ബിസ്ക്കറ്റ് വേണം? ഇത് വാങ്ങാനല്ല, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാ. നമ്മൾ ഏതിനാണ് ചേട്ടാ ഉപദ്രവിക്കുന്നത്? നമ്മൾ ജീവിച്ചു പൊക്കോട്ടെ ചേട്ടാ. ജീവിച്ചു പൊക്കോ, പക്ഷെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാൻ പാടില്ല. ഞാൻ എന്ത് പറ്റിച്ച് ചേട്ടാ? നീ ശരിക്കും ചിപ്സ് ആണോ അതോ ബിസ്ക്കറ്റ് ആണോ? എന്ത് ചോദ്യമാണ് ചേട്ടാ? നമ്മൾ ഫ്രണ്ടിൽ എഴുതി വച്ചിട്ടുണ്ട് ബിസ്ക്കറ്റ് എന്ന്. എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഫ്രണ്ടിലെ ചിത്രം കണ്ടറിഞ്ഞൂടെ ചേട്ടാ? ആലു പൊട്ടാറ്റോ. പക്ഷേ ഈ പേരില് അതില്ലല്ലോ. അതെ ചേട്ടാ, അങ്ങനെ ഇടാൻ പറ്റില്ല ചേട്ടാ. അതുകൊണ്ടാണ് പൊട്ടേറ്റോ മാറ്റിയിട്ട് പൊട്ടേറ്റോ ആക്കിയത്. ഒരു കണക്കിന് ഇൻഗ്രീഡിയൻസ് നോക്കിയാലും എന്തിനാണ് ചേട്ടാ അതൊക്കെ നോക്കുന്നത്? നമ്മളെ ഒന്നും വിശ്വാസമില്ലാത്ത പോലെ. അല്ല, നിന്റെ ഭാഷയിൽ എന്താ ഒരു ചെറിയൊരു വ്യത്യാസം? അത് ചേട്ടാ, നമ്മൾ ഈ നോർത്ത് ഇന്ത്യയുടെ മുകളിലല്ലേ? ഇന്ത്യയില ഇന്ത്യയല്ല, ഇന്ത്യയുടെ അടുത്ത രാജ്യമായ ബംഗ്ലാദേശ്. ഓ അത് ശരി. അപ്പൊ വായി ഫ്രണ്ടിൽ പൊട്ടാറ്റോന്റെ ചിത്രം കൊടുത്തിട്ട് ഇൻഗ്രീഡിയൻസിൽ മുഴുവൻ മൈദയാണല്ലോ. അതെന്താ അങ്ങനെ? അത് പിന്നെ നമ്മൾ ഈ പൊട്ടറ്റോ പേസ്റ്റ് ഒക്കെ ചേർത്തിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റിന്റെ ആദ്യത്തെ 3 ഇൻഗ്രീഡിയൻസ് തീരുമാനിക്കും അത് ഏറ്റവും കൂടുതലുള്ളത് എന്താണെന്ന്. അതില് നീ പറഞ്ഞ ആലു പൊട്ടാറ്റോ ഇല്ല ചേട്ടാ. പിന്നെന്താണ് ചേട്ടാ? അതിൽ മൈദയും ഷുഗറും പാം ഓയിലും ആണുള്ളത്. ബിസ്ക്കറ്റ് ആവുമ്പോൾ അതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ചേട്ടാ? ഒരു പൊട്ടാറ്റോ ബിസ്ക്കറ്റിൽ എന്തിനാണ് ഇത്രയധികം ഷുഗർ? പോരാത്തതിന് ഇൻവെർട്ട് ഷുഗറും ചേർത്തിട്ടുണ്ട്. നിന്റെ ന്യൂട്രീഷൻ ഇൻഫർമേഷനിൽ ആഡഡ് ഷുഗർ 22 ഗ്രാമാണ്. അത് പിന്നെ ഷുഗർ ഒരു അഡിക്റ്റീവ് അല്ലേ ചേട്ടാ? ഷുഗർ മാത്രമല്ലല്ലോ, ട്രാൻസ്ഫാറ്റൂല്ലേ? എല്ലാം ഉണ്ട്, സമ്മതിച്ചു. നീ പറഞ്ഞ പോലെ പൊട്ടാറ്റോ പേസ്റ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ആർട്ടിഫിഷ്യൽ പൊട്ടാറ്റോ ഫ്ലേവർ ചേർത്തിരിക്കുന്നത്? പൊട്ടാറ്റോ ഫ്ലേവർ പേരിന് മാത്രമേ ഉള്ളൂ ചേട്ടാ, അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ചേർത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നാട്ടുകാരെ പറ്റിച്ചിട്ടാണ് നീ ജീവിക്കുന്നത്. ചേട്ടാ ഒരു കാര്യം, എന്ത്? ഇതിൽ മൈദ മാത്രമേ ഉള്ളൂ എന്ന് നാട്ടുകാരോടും പറയരുത് ചേട്ടാ. നമ്മളൊക്കെ അതിഥി തൊഴിലാളികളല്ലേ. നീ അതിഥി തൊഴിലാളി എന്ന് ഇനി പറയരുത് കേട്ടാ. നീ ശരിക്കും ഇവിടെ അതിഥി മുതല.